എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായ ഈ വൈശാഖ മാസത്തിൻ്റെ പുണ്യതയിലാണ് നാം ഓരോ ഭക്തജനങ്ങളും. മാധവന് ഏറ്റവും പ്രിയങ്കരമായ ഈ മാധവ മാസത്തിലെ ഓരോ ദിനങ്ങളും നമ്മൾ അത്രമേൽ ആകാംക്ഷയോടെ, പവിത്രതയോടെ, ഭക്തിയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇത്രയും പുണ്യമേറിയ ഈ ഒരു മാസത്തിൽ ആഗതമാവുന്ന ഏകാദശി, അതായത് ഈ വൈശാഖ ഏകാദശി അഥവാ മോഹിനി ഏകാദശി, അതിൻ്റെ പുണ്യത, വ്രതം നോറ്റാലുള്ള അനുഗ്രഹങ്ങൾ, ഇതൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ടോ? വളരെയധികം ശ്രേഷ്ഠകരമാണ്. ഏപ്രിൽ 27 തിങ്കളാഴ്ചയാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി നമ്മൾ ആചരിക്കുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരോടാണ്. അമ്മമാരെല്ലാവരും തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായിട്ട്, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, സമാധാനത്തിനായിട്ട്, നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട്, ശത്രുദോഷ ദുഃഖ ദുരിത പാപമോചനത്തിനായിട്ട് പുണ്യങ്ങളിൽ പുണ്യം നിറഞ്ഞ ഈ വൈശാഖ ഏകാദശി ഉറപ്പായും എടുത്തിരിക്കണമെന്നതാണ്. അത്ര ശ്രേഷ്ഠകരമാണ്, അത്ര ഫലപ്രദമാണ്. നമുക്കറിയാം, ഈ മാസം മുഴുവൻ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്ന പുണ്യ സമയമാണ്. ഈ കാലത്ത് നമ്മൾ നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും, നമ്മൾ എടുക്കുന്ന എല്ലാ വ്രതങ്ങൾക്കും 100 ഇരട്ടിയാണ് ഫലം ലഭിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെ ആയാലും, ഒരുപാട് കാലമായി നമ്മൾ തടസ്സം നേരിടുന്ന ഏതൊരു കാര്യത്തിനും പരിഹാരമാണ് ഈ ഒരൊറ്റ മോഹിനി ഏകാദശി എന്നുള്ളത്. മനസ്സിൽ ഒന്ന് ആഗ്രഹിച്ച്, മനസ്സ് നിറഞ്ഞ് ഭഗവാനെ വിളിച്ച് ഈ മോഹിനി ഏകാദശി വ്രതം അമ്മയൊന്ന് എടുത്തു നോക്കൂ. അമ്മ ആഗ്രഹിക്കുന്നതെന്തും സാക്ഷാൽ മഹാവിഷ്ണു നിവർത്തിച്ച് കൈവെള്ളയിൽ വെച്ച് തരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. മോഹിനി ഏകാദശിയെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും, ചിലർ ഇനിയും കാണാനുണ്ടാവും. അവിടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അതായത് വ്രതം നോൽക്കുന്ന രീതി, അല്ലെ വ്രതത്തിലെ ആഹാരക്രമത്തെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നു. എങ്കിലും എല്ലാവർക്കും എല്ലായ്പ്പോഴും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ധാരാളം സംശയങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിവർത്തിക്കാനും, നാളെ ദശമി തുടങ്ങുകയാണല്ലോ. നമുക്കറിയാം, ഏകാദശി എന്ന് പറയുന്നത് ആ ഏകാദശി തിഥിയുള്ള ദിവസം മാത്രമല്ല പ്രാധാന്യം, 3 ദിവസങ്ങളിലായിട്ടാണല്ലേ. അതായത് ദശമി, ഏകാദശി, ദ്വാദശി, ഈ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അത് അതിൻ്റേതായ ചിട്ടയോടുകൂടി ഈ 3 ദിവസവും നമ്മൾ പാലിക്കണം. എങ്കിൽ മാത്രമേ ആ വ്രതത്തിൻ്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ പ്രാവശ്യം വരുമ്പോൾ അത് ഏപ്രിൽ 26 ഞായറാഴ്ച, ഏപ്രിൽ 27 നമ്മുടെ ഏകാദശി തിഥി വരുന്ന തിങ്കളാഴ്ച, ഏപ്രിൽ 28 ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച, ഈ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പുണ്യതയോടുകൂടി നമ്മൾ ഈ വ്രതം ആചരിക്കേണ്ടതായ ദിവസങ്ങൾ. ദശമി ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് നാളെ അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട്, അതായത് ഏകാദശി ദിവസം നമ്മൾ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ അതേ പ്രാധാന്യത്തോടെ നാളെയും നോക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു ശുഭ്രവസ്ത്രം, വൃത്തിയുള്ളൊരു വസ്ത്രം ധരിക്കുക. നമ്മുടെ വ്രത ദിവസം ആരംഭിക്കുകയാണ്. അതിൻ്റെ പവിത്രതയും പുണ്യതയും എല്ലാം നമ്മുടെ പ്രവൃത്തിയിലും ചിന്തകളിലും ഒക്കെ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക, ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഭഗവാനോട് അനുവാദവും അനുഗ്രഹവും ഈ ഒരു സമയത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾക്കറിയാം, ഏകാദശി ദിവസം ഭഗവാന് ഒരു ശിരാതിൽ നമ്മൾ നെയ് വിളക്ക് തെളിയിക്കാറുണ്ട്. അതുപോലെ തന്നെ ദശമി ദിവസവും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഈ 3 ദിവസങ്ങളിലും, അതായത് ദശമിക്കും ദ്വാദശിക്കും ഏകാദശി തിഥിയിലും നമ്മൾക്ക് നെയ് ദീപം ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഏപ്രിൽ 26 ഞായറാഴ്ച ദിവസവും രാവിലെ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് ഒരു നെയ് വിളക്ക് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് നമ്മൾക്ക് അനുഗ്രഹവും അനുവാദവും വാങ്ങാം. ഭഗവാനെ, ഞാൻ ഈ അതിശ്രേഷ്ഠകരമായ മോഹിനി ഏകാദശി വ്രതം, വൈശാഖ ഏകാദശി വ്രതം നോൽക്കാൻ പോവുകയാണ്. മനസ്സിൽ ധാരാളം സങ്കടങ്ങളും ഒരുപാട് ആവശ്യങ്ങളും എനിക്ക് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനുണ്ട് എന്ന് ഭഗവാനോട്, ലക്ഷ്മി ദേവിയോട്, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഏപ്രിൽ 26 ദശമി ദിവസം നമ്മൾക്ക് ഭഗവാന്റെ ആ ഒരു പാതാരവിന്ദങ്ങളിൽ നമ്മളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് കേട്ടോ. എല്ലാ ലൗകിക ചിന്തകളും മനസ്സിൽ നിന്ന് ഒഴിവാക്കി നാരായണ നാമം മാത്രം സദാ മനസ്സിലും ചിന്തയിലും നിറച്ചു വേണം
നമ്മൾ വ്രതം നോൽക്കാൻ തുടങ്ങാനായിട്ട്. ഈ വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ മത്സ്യ മാംസാദികൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു ശാന്തത നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നാവിൽ ശാപവാക്കുകളോ ദേഷ്യപ്പെട്ട് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് കുട്ടികളോടൊന്നും, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവും, നമ്മൾ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ. വളരെ ഒരു ശാന്തത, ഒരു മിതത്വം എപ്പോഴും നമ്മളുടെ മനസ്സിലും നാവിലും എല്ലാം നമ്മളൊന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ മനസ്സിലൊരു കാരുണ്യഭാവം എല്ലായ്പ്പോഴും നിറയണമെന്ന് തന്നെ സാരം. ഇനിയും ആഹാര കാര്യത്തെക്കുറിച്ച് നമ്മൾ ദശമി നാൾ മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഏകാദശിയുടെ തലേ ദിവസമാണ് നമ്മൾ ഒരിക്കലാണ് എടുക്കേണ്ടത്. അതായത് ഒരു നേരം മാത്രമേ നമ്മൾ അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. രാവിലെ നമ്മൾ ദശമി ദിവസം പ്രഭാത ഭക്ഷണം ശ്രദ്ധിക്കണം. നമ്മൾ മലയാളികളാണ്, ഉച്ചയ്ക്ക് നമ്മൾക്ക് ചോറ് കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും അരിയാഹാരം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ നമ്മൾ അരി ചേർത്ത പ്രഭാത ഭക്ഷണം ഒഴിവാക്കണം. ഇതാണ് പ്രധാനമായും ദശമി ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതായത് പുട്ടോ ഇടിയപ്പമോ ഇഡ്ഡലിയോ ദോശയോ ഒന്നും കഴിക്കാൻ പാടില്ല. പലരും ഇതറിയാതെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പാടില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഉപ്പുമാവ് കഴിക്കാം. ഇതൊക്കെ നമ്മൾക്ക് ദശമി ദിവസം രാവിലെ കഴിക്കാവുന്നതാണ്. ഈ ദശമി ദിവസം രാത്രിയിൽ നമ്മൾക്ക് ഹെവി ആയിട്ടൊന്നും ഫുഡ് കഴിക്കേണ്ട, പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ദശമി ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഭഗവത് നാമങ്ങൾ നാവിലും മനസ്സിലും ധാരാളം നിറയ്ക്കുക കേട്ടോ. ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രങ്ങൾ നമ്മുടെ നാവിലും മനസ്സിലും സദാ വിളങ്ങണം. ഏറ്റവും ഐശ്വര്യമാണ്. ഇനി അന്നേ ദിവസം നമുക്ക് സാധാരണ പോലെ കിടന്നുറങ്ങാം. കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആചാര്യന്മാർ പല വ്രതത്തിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ അത് ചെയ്തിരുന്നു കേട്ടോ. അതായത് വെറും നിലത്ത് കിടന്നുറങ്ങണം. ഏകാദശി വ്രതത്തിൻ്റെ അല്ല, മിക്ക വ്രതങ്ങളുടെയും തലേ ദിവസം നമ്മൾ അതേ ചിട്ടയോടുകൂടി നോക്കണമല്ലോ. അപ്പം വെറും നിലത്തൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കിടന്നിരുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യം അതിന് അനുവദിക്കുകയില്ലല്ലേ. അതുകൊണ്ട് നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പുതിയ ബെഡ്ഷീറ്റും പില്ലോ കവറും, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതിട്ടിട്ട് നമ്മളൊന്ന് ദശമി ദിവസം രാത്രിയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ദശമി ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. പിന്നെ ഗൃഹശുദ്ധി വരുത്തണം. അതായത് വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കിയിടാനായിട്ട് ദശമി ദിവസം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഏകാദശി ദിവസം നമ്മൾക്ക് തുളസി ഇല നുള്ളാൻ പാടില്ല. അതും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഏകാദശി തിഥി, മോഹിനി ഏകാദശി വ്രതത്തിൻ്റെ തിഥി വരുന്നത് ദശമി ദിവസമായ ഏപ്രിൽ 26 ഞായറാഴ്ച വൈകിട്ട് 6:06 മുതൽ ഏകാദശി തിഥി ആരംഭിക്കും. അത് ഏപ്രിൽ 27 തിങ്കളാഴ്ച വൈകിട്ട് 6:15 വരെയുണ്ട്. അപ്പോൾ 6:06 ഏകാദശി തിഥി ആരംഭിക്കും എന്നുള്ളത് കൊണ്ട് അതിന് മുൻപായിട്ട് തന്നെ, അതായത് 6 മണിക്ക് മുൻപായിട്ട് തന്നെ, അതായത് സന്ധ്യയ്ക്ക് മുൻപായിട്ട് തന്നെ നമ്മൾക്ക് പൂജാമുറിയിലേക്ക് ആവശ്യമുള്ള തുളസി ഇലകളും, നമ്മൾക്ക് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കൊണ്ടുപോകേണ്ട തുളസി ഇലകളും ഒക്കെ നേരത്തെ തന്നെ നുള്ളി വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസി ദേവി നമുക്കിപ്പോൾ ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏകാദശി ദിവസം തുളസി ദേവി നുള്ളി നോവിച്ചാൽ ഭഗവാന് നല്ല സങ്കടാവും. ഇതും ദശമി ദിവസം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പ്രത്യേകമായിട്ട് ദശമി ദിവസം ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അതിവിശിഷ്ടമായി ഏകാദശി എന്തുകൊണ്ടാണ് മോഹിനി ഏകാദശി എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? പുരാണങ്ങൾ പറയുന്നത്, പാലാഴി മഥനത്തിന് ശേഷം ദേവന്മാരും അസുരന്മാരും അമൃതിന് വേണ്ടി തർക്കമുണ്ടായപ്പോൾ അസുരന്മാരിൽ നിന്ന് അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് നൽകാനായി നമ്മുടെ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ലോകമോഹിനിയായ ഒരു സ്ത്രീ രൂപം സ്വീകരിക്കുകയുണ്ടായി എന്നാണ്. ആ രൂപത്തിലാണ് ഭഗവാൻ അസുരന്മാരെ വശീകരിച്ച് അമൃത് കൈക്കലാക്കിയത്. ഭഗവാൻ ഈ മോഹിനി രൂപം പൂണ്ടത് വൈശാഖ മാസത്തിലെ ഈ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ്. മറ്റൊരു ഐതിഹ്യം പറയുന്നത്, ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ തേടിയുള്ള യാത്രയിൽ ദുഃഖിതനായിരുന്നപ്പോൾ വസിഷ്ഠ മഹർഷിയാണ് ഈ വ്രതം ഉപദേശിച്ചത് എന്നാണ്. ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല പാപങ്ങളും കഴുകിക്കളയാനും ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കാനും സാധിക്കും എന്നാണ് സൂര്യപുരാണം പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാ അമ്മമാരോടും പറയുന്നത്, ആരെങ്കിലും ഇതുവരെയും ഏകാദശി വ്രതം ഏതെങ്കിലുമൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ അതിവിശിഷ്ടമായ വൈശാഖ ഏകാദശി വ്രതം, അതായത് ഈ മോഹിനി ഏകാദശി വ്രതം ഒരിക്കലും മുടക്കം വരുത്താൻ പാടില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ദശമി ദിവസം മുതൽ നമ്മൾ ആഹാരത്തിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരണമെന്നല്ലേ. എന്നാൽ പലർക്കും പലപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വ്രതസമയത്തൊക്കെ പറയും,
ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാൻ പാടില്ല എന്നല്ലേ? അതുപോലെ അമിതമായ മസാലകളൊക്കെ പാടില്ല. അതായത് സാത്വികമായ ആഹാരം കഴിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉള്ളിയും വെളുത്തുള്ളിയും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ സവോള ഉള്ളി പാടുണ്ടോ എന്ന് പലർക്കും എല്ലായ്പ്പോഴും വരുന്നൊരു സംശയമാണ് കേട്ടോ. കാരണം നമ്മൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കറിയും വെക്കാറില്ലല്ലോ. നമ്മൾക്കിതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ഉള്ളി പാടില്ല എന്ന് പറയുമ്പോൾ സവോള ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വ്രതസമയത്ത് സവോളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ഇവയെല്ലാം താമസിക ഭക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ നമ്മുടെ ശരീരത്തിൽ ഉത്തേജനവും കോപവും ഒക്കെ വർദ്ധിപ്പിക്കാൻ കാരണമാവും. ഭഗവാനെ ധ്യാനിച്ചിരിക്കേണ്ട സമയത്ത് മനസ്സ് ശാന്തമായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇതിന് പിന്നിൽ വേറെ കാര്യമൊന്നുമില്ല. ഇനി വേറൊരു ചോദ്യമാണ് ഏത്തപ്പഴം കഴിക്കാമോ എന്നത്. അതായത് ഈ ഷഷ്ടിവ്രത വ്രത വീഡിയോകളിലൊക്കെ വന്നിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഏത്തപ്പഴം കഴിക്കാമോ എന്നത്. ഇനി ഏത്തപ്പഴത്തിന് എന്താ പ്രശ്നമുള്ളത്? ഏത്തപ്പഴം ഒരു ഹെവി ഫ്രൂട്ടാണല്ലേ. ഇത് കഴിച്ചാൽ നമുക്ക് എന്താവും? ഒരു ഏത്തപ്പഴം പുഴുങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ അല്ലാതെ ആവാം. നമ്മൾ കഴിച്ചാൽ നമ്മുടെ വയറ് പെട്ടെന്ന് നിറയും അല്ലേ. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഭാരം അനുഭവപ്പെടുകയും ചെയ്യും. അതായത് വയറൊക്കെ നിറഞ്ഞിട്ട് നമുക്കൊരു നല്ല ക്ഷീണം തോന്നും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? നമുക്കൊന്ന് കിടന്ന് മയങ്ങണം എന്നൊക്കെ തോന്നും അല്ലേ. ഇതൊന്നും പാടില്ലല്ലോ. പകൽ ഉറക്കം പാടില്ല വ്രത ദിവസങ്ങളിൽ അല്ലേ. അതുകൊണ്ടാണ് വ്രതസമയത്ത് അമിതമായി ആഹാരം കഴിക്കുന്നത് മന്ദതയ്ക്കും ഉറക്കത്തിനും കാരണമാവും എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഹെവി ആയിട്ടൊന്നും കഴിക്കാതിരിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഏത്തപ്പഴം ഒഴിവാക്കണം എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇതിന് പിന്നിലും വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വ്രത ദിവസങ്ങളിൽ നമ്മൾക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ശാന്തത, മിതത്വം ഒക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വ്രത ദിവസങ്ങളിൽ ഈ ഒരു ചിട്ടകളൊക്കെ പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ ദശമി ദിവസം മുതലേ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഈ വ്രതസമയത്ത് നാവിലും മനസ്സിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമങ്ങൾ നിറഞ്ഞു നിൽക്കണം. ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ്. അതായത് ഓം നമോ നാരായണായ ഇത് നിങ്ങൾ 108 തവണ ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ദശമി രാത്രിയിൽ നമ്മൾക്ക് ഈ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ഏകാദശി വ്രതത്തിന് വലിയൊരു ഊർജം നൽകുന്നതായിരിക്കും. മഹാവിഷ്ണു മന്ത്രം നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം ഭക്തിപൂർവ്വം നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. വിശേഷിച്ചും അമ്മമാർ മക്കൾക്ക് വേണ്ടിയാണ് വ്രതം എടുക്കുന്നതെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നത് മക്കളുടെ ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ദശമി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഏകാദശി ദിവസവും നമ്മൾ അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക. ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾക്ക് അറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലാവുന്നതാണ്. ഭഗവാൻ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യം, അതായത് ഒരു പാൽപ്പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു ഫലവർഗ്ഗങ്ങളോ എന്തെങ്കിലും ഒരു നിവേദ്യം ആ ഒരു സമയത്ത് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ നമ്മൾക്ക് പോകാവുന്നതാണ്. അവിടെ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ നമ്മൾക്ക് ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ ഒക്കെ അർച്ചനകൾ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാമാണ് നമ്മൾ ഏകാദശി ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പൂർണ്ണമായ ഉപവാസം എടുക്കുന്നവർക്ക് അങ്ങനെ ആകാം. ആരോഗ്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ. അങ്ങനെ നമ്മൾ ഏകാദശി വ്രതം ഭഗവാന്റെ നാമങ്ങൾ നാവിലും മനസ്സിലും നിറച്ചിട്ട് അതിൻ്റെ പൂർണ്ണതയോടുകൂടി എടുക്കുക. ഇതിനകത്ത് ഹരിവാസര സമയം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹരിവാസര സമയം വരുന്നത് ഏപ്രിൽ 27 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:15 മുതൽ രാത്രി 12:20 വരെയാണ്. അതായത് ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിൽ നമ്മുടെ വീടുകളിൽ പോലും എത്തുന്ന അപൂർവ ഒരു നിമിഷമാണ്. ഈ സമയത്ത് പൂർണ്ണ ഉപവാസവും ഉറക്കമൊഴിക്കലും ഏറ്റവും ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് തരുന്നത്. ആ ഒരു ഹരിവാസര സമയത്ത് ധാരാളം ഭഗവാന്റെ നാമങ്ങൾ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ നാമങ്ങൾ നമ്മുടെ നാവിലും മനസ്സിലും സദാ വിളങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സർവ്വ ഐശ്വര്യമാണ് നമ്മൾക്ക് ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് തരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഏപ്രിൽ 28 ചൊവ്വാഴ്ച ദ്വാദശി ദിവസമാണ് നമ്മൾ പാരണ വീടാൻ പോകുന്നത്. പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് 6:08 മുതൽ രാവിലെ 6:08 മുതൽ 8:38 വരെയുള്ള സമയമാണ്. അതായത്
നമ്മുടെ സ്ഥലവ്യത്യാസം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാം. എന്നാലും പൊതുവെ നമ്മുടെ കേരളത്തിലൊക്കെ 6:08 മുതൽ 8:38 നമ്മൾ പാരണ വീടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ മോഹിനി ഏകാദശി നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റി സർവ്വ ഐശ്വര്യവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദശമി മുതൽ ഭക്തിപൂർവ്വം വ്രതം തുടങ്ങുക. വ്രതമെടുക്കാൻ സാധിക്കാത്തവർ പോലും നാളെ മറ്റേനാളും മാംസാഹാരം ഒഴിവാക്കി ഭഗവത് ചിന്തയോടുകൂടി ഒന്നിരിക്കാൻ ശ്രദ്ധിക്കണേ കേട്ടോ. പിന്നെ ഒരു സംശയം എല്ലാവർക്കും വരുന്നതാണ്, പുല, വാലായ്മ, പീരീഡ്സ് ഒക്കെ ഉള്ളവർക്ക് വ്രതം എടുക്കാമോ? ഇത് എല്ലാ വ്രത വീഡിയോയിലും ചോദിക്കുന്നത് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനോ വിളക്ക് കൊളുത്താനോ ഒക്കെ പറ്റുകയില്ലെന്നേ ഉള്ളൂ. ഭഗവത് നാമങ്ങൾ നാവിലും മനസ്സിലും നിറയ്ക്കാം. ഭഗവത് ചിന്തയിൽ നമ്മൾക്ക് ഇരിക്കാവുന്നതാണ്. അതുപോലെ ജോലിക്കൊക്കെ പോകുന്ന ധാരാളം പേർക്ക് ചില സമയത്ത് വ്രതം എടുക്കാൻ പറ്റുകയില്ല. ആഹാര കാര്യത്തിലൊക്കെ ആ ഒരു ചിട്ട നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരും സദാസമയം മനസ്സിൽ, ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിലും മനസ്സിൽ ഭഗവത് നാമങ്ങൾ നിറയ്ക്കാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് ഈ പുണ്യം പങ്കുവെക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഏവർക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം നേരുന്നു. നന്ദി, നമസ്കാരം.